നമ്മൾ കുറേയായി കേട്ടുവരുന്ന ഒരു കാര്യമാണ് കോളേജിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും കുട്ടികളെ തിരിച്ചറിയുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതിനു പുറമെ വ്യക്തിത്വം മറയ്ക്കുക, ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അവരുടെ മുഖം കണ്ടിട്ടാണ്. ആ വ്യക്തിത്വത്തെ ഹൈഡ് ചെയ്യുന്ന ഹിജാബ്, അതുപോലെ പർദ്ദ ധരിച്ചാൽ ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടിയാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഇപ്പൊ ക്യാമ്പസില് വിദ്യാർത്ഥികൾ ഹിജാബ്, ബാഡ്ജ്, തൊപ്പി ഇതൊക്കെ ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് മുംബൈയിലെ സ്വകാര്യ കോളേജ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചൊരു സർക്കുലർ. തൊപ്പി ഒക്കെ ധരിച്ചാൽ അതൊരു മുസ്ലിം കുട്ടിയാണ് എന്ന് ഏതാണ്ട് ഉറപ്പാകും. ഹിജാബും അതെ. ഒരു മാനേജ്മെന്റ് സ്ഥാപനമാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അവർക്ക് എടുക്കാം. പക്ഷെ അതിപ്പോൾ ആ സർക്കുലർ സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. പെൺകുട്ടികൾക്ക് പൊട്ടും തിലകവും ധരിക്കുന്നത് നിങ്ങൾ നിരോധിക്കുമോ എന്നും ക്യാമ്പസിൽ ഹിജാബും തൊപ്പിയും ബാഡ്ജും ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ സ്റ്റേ ചെയ്യുന്നതിനിടയിൽ ബെഞ്ച് ചോദിച്ചു. എന്തു വസ്ത്രം ധരിക്കണം എന്നത് തിരഞ്ഞെടുക്കാൻ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. കോളേജിന് അവരെ നിർബന്ധിക്കാൻ കഴിയില്ല. രാജ്യത്ത് നിരവധി മതങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിർഭാഗ്യകരമാണ് ഈ വിധി എന്നാണ് കോളേജ് ഭരണസമിതി പുതുതായി ഏർപ്പെടുത്തിയ വ്യവസ്ഥയിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്നയും സഞ്ജയ് കുമാറും ബെഞ്ച് ചോദിച്ചത്. മുംബൈയിലെ NG ആചാര്യ ആൻഡ് മറാത്തെ കോളേജ് ഓഫ് DKയിലെ മുസ്ലിം വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേസമയം മുസ്ലിം വിദ്യാർത്ഥികളെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നത് ഹിന്ദു വിദ്യാർത്ഥികൾ കാവി ഷാള് ധരിക്കാൻ ഇടയാക്കുമെന്നും രാഷ്ട്രീയ ഘടകങ്ങൾ ഈ സാഹചര്യം മുതലെടുക്കുമെന്നുമായിരുന്നു കോളേജിന്റെ വാദം. വിദ്യാർത്ഥികളുടെ മതം വെളിപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വ്യവസ്ഥ ഏർപ്പെടുത്തിയതെന്നും കോളേജ് വാദിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു നിയമം അടിച്ചേൽപ്പിക്കരുതെന്നും അവർ ഒരുമിച്ച് പഠിക്കട്ടെ എന്നും ജസ്റ്റിസ് ഖന്ന പറഞ്ഞു. അവരുടെ പേരുകൾ മതം വെളിപ്പെടുത്താതിരിക്കുകയെന്നും അവരെ ഇനി മുതൽ നമ്പറുകൾ ഉപയോഗിച്ച് തിരിച്ചറിയാൻ നിങ്ങൾ ആവശ്യപ്പെടുമോ എന്നും ജസ്റ്റിസ് സഞ്ജയ് കുമാർ ചോദിച്ചു. ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ് എന്നും കോളേജിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മാധവി ദിവാൻ പറഞ്ഞപ്പോൾ കോളേജ് എപ്പോൾ മുതൽ പ്രവർത്തിക്കുന്നു എന്ന് ജസ്റ്റിസ് കുമാർ ചോദിച്ചു. 2008 മുതൽ കോളേജ് നിലവിലുണ്ട് എന്ന അഭിഭാഷകന്റെ മറുപടിയിൽ ഇത്രയും വർഷങ്ങളായി നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നില്ല, മതം ഉണ്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ ചോദിച്ചത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നിർദ്ദേശങ്ങളുമായി വരുന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിലകം ധരിക്കാൻ ഒരാളെ അനുവദിക്കില്ല എന്ന് നിങ്ങൾ പറയുമോ? ജസ്റ്റിസ് ഖന്ന ദിവാനോട് ചോദിച്ചു. 441 മുസ്ലിം വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ കോളേജിൽ പഠിക്കുന്നുണ്ടെന്നും ഏതാനും ചില മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് എതിർപ്പ് ഉന്നയിച്ചതെന്നും ദിവാൻ വാദിച്ചു. വിദ്യാർത്ഥികൾ എല്ലായ്പ്പോഴും ഹിജാബ് ധരിച്ചിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പെൺകുട്ടി എന്ത് ധരിക്കണമെന്നത് അവളുടെ ഇഷ്ടമല്ലേ എന്ന് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മറുപടി ചോദിച്ചു. എന്ത് ധരിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് എന്ന് ജസ്റ്റിസ് ഖന്നയും വാദിച്ചു. വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം കൂടി അധികാരികൾ മനസ്സിലാക്കണമെന്ന് ഖന്ന പറഞ്ഞു. കുടുംബാംഗങ്ങൾ ചിലപ്പോൾ ഇത് ധരിച്ചിട്ട് പുറത്തു പോകൂ എന്ന് നിർബന്ധിച്ചാൽ അവർക്കത് ധരിച്ചേ മതിയാകൂ. അവരോട് കോളേജ് വിടാൻ പറയരുത്. സർക്കുലർ സ്റ്റേ ചെയ്യും. ശരിയായ നല്ല വിദ്യാഭ്യാസമാണ് ഇതിനുള്ള പരിഹാരമെന്നും ഖന്ന പറഞ്ഞു. മുഖം മറയ്ക്കുന്ന നിക്കാബുകൾ, ബുർക്കകൾ എന്നിവ ആശയവിനിമയത്തിന് തടസ്സമാണ് എന്ന് ദിവാൻ വാദിച്ചു. മുഖാവരണം ചെയ്യുന്ന പർദ്ദ ക്ലാസ്സിൽ അനുവദിക്കാനാകില്ലെന്നും നിക്കാബ് ഉപയോഗിക്കുന്നത് തടയുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗത്ത് ഇടപെടുന്നില്ലെന്നും ബെഞ്ച് പറഞ്ഞു. മക്കനെ ഇട്ടോട്ടെ, മുഖം മറയ്ക്കണ്ട. സ്റ്റേ ഉത്തരവ് ആരും ദുരുപയോഗം ചെയ്യരുത് എന്ന് വ്യക്തമാക്കിയ ബെഞ്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും ദുരുപയോഗം ഉണ്ടായാൽ ഉത്തരവിൽ മാറ്റം വരുത്താൻ കോളേജ് അധികൃതർക്ക് അനുമതിയും നൽകി. മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ കോളിൻ ഹർജിക്കാർക്കു വേണ്ടി ഹാജരായി. ഹിജാബ്, നിക്കാബ്, ബുർക്ക, ഷാള്, തൊപ്പി തുടങ്ങിയവ ധരിക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ വിലക്കിയ ഏജൻസ് NG ആചാര്യ ആൻഡ് DK മറാത്തെ കോളേജ് അധികൃതരുടെ ഡ്രസ് കോഡ് ചോദ്യം ചെയ്ത് 9 വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച ഹർജി ജൂൺ 26-ാം തീയതി ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു. മുംബൈ കോളേജിന്റെ തീരുമാനം ശരിവെച്ച ബോംബെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചത്. യൂണിറ്റ് ടെസ്റ്റുകൾ നടക്കാനിരിക്കുന്നതുകൊണ്ട് അടിയന്തിരമായ വാദം കേൾക്കണം എന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഹിജാബ് ഒഴിവാക്കിയിട്ടുള്ള ഡ്രസ് കോഡ് നിർദ്ദേശിക്കുന്ന സർക്കാർ ഉത്തരവ് ശരിവെച്ച ശേഷം രേഷം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിലെ കർണാടക ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് വിധി ഹൈക്കോടതി പരാമർശിച്ചിരുന്നു.
കർണാടകയിൽ ഉയർന്നു വന്ന ഹിജാബ് വിവാദത്തിൽ 2022 ഒക്ടോബർ 13 സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് വിരുദ്ധ വിധികൾ പുറപ്പെടുവിച്ചു. അന്നത്തെ BJP നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അവിടെയുള്ള സ്കൂളുകളിൽ ഇസ്ലാമിക ശിരോവസ്ത്രം ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മതമോ ജാതിയോ നോക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വസ്ത്രധാരണ രീതി ബാധകമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധത്തിനെതിരായ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളിയത്. സയൻസ് ഡിഗ്രി പ്രോഗ്രാമിന്റെ 2-3 വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയ കോളേജിന്റെ നിർദ്ദേശം മതത്തിൽ വിശ്വസിക്കാനുള്ള മൗലിക അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, തെരഞ്ഞെടുപ്പിനുള്ള അവകാശം എന്നിവയുടെ ലംഘനമാണ് എന്ന് വാദിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. കോളേജിന്റെ നടപടി സ്വേച്ഛാധിപത്യവും യുക്തിരഹിതവും നിയമവിരുദ്ധവുമാണ് എന്നായിരുന്നു അവർ അവകാശപ്പെട്ടത്. ഒരു കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് നമുക്കറിയാം. ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിനും, ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിനും, ആ മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അംഗീകരിക്കാനും അനുധാവനം ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രം അങ്ങോട്ട് എഴുന്നള്ളിയാ പോരെ. അതല്ല, എനിക്ക് എൻ്റെ മതചിട്ടയോടുകൂടി പഠിച്ചേ തീരൂ, എനിക്ക് മതപരമായ സംസ്കാരമാണ് വലുത് എന്നൊരു കുട്ടി വാദിച്ചാൽ ആ കുട്ടിക്ക് വീടല്ലേ ഉത്തമം? അതല്ലെങ്കിൽ മതപരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ ആ കുട്ടിക്ക് ഉത്തമം? ഇതൊന്നും ആ നാടുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മൾ കണ്ടില്ലേ നിർമ്മല കോളേജിലെ വാദം. ഇപ്പോൾ മൂവാറ്റുപുഴ മറ്റൊരു സ്കൂളില് കുട്ടികൾക്ക് എല്ലാ ദിവസവും നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നമസ്കരിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് ഇനി നമസ്കാരം പഠിപ്പിക്കണമെന്ന് പറയും. വുളു ചെയ്ത്, അതായത് അംഗശുദ്ധി വരുത്താൻ അറിയാത്ത കുട്ടികൾക്ക് അതും ഇനിയും പഠിപ്പിക്കണം. നമസ്കാരം എങ്ങനെ, നമസ്കാരം എത്ര, ഏതൊക്കെ സമയത്ത്, നമസ്കരിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ചെയ്തിട്ടില്ലെങ്കിലുള്ള കോട്ടങ്ങൾ എന്താണ്, അതൊക്കെ പഠിപ്പിക്കേണ്ടി വരുമോ ഇനി? വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടി അവിടെ ഒരു സീറ്റ് നേടിയ ശേഷം അവിടേക്ക് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും കയറി പിടിച്ച് ചെല്ലുന്ന ഒരു രീതിയുണ്ടല്ലോ. ഇതിനെയൊക്കെ എതിർത്തേ മതിയാകൂ. നമ്മുടെ നാട്ടിലും ഇത് വ്യാപകമായി നടക്കുന്നു. ഇത് തുടക്കം മാത്രമാണ്. ആദ്യം നമസ്കാര റൂം, ഒരു റൂമിന്റെ ഒരു ഭാഗം മതി ഞങ്ങൾക്ക്, 2 ബെഞ്ച് 2 ഡെസ്ക് മാറ്റിയാൽ ഞങ്ങൾക്ക് നിസ്കരിക്കാം. ആദ്യം ഒരാൾക്ക് നമസ്കരിക്കണം, പിന്നെ 9 ആകും, പിന്നെ 9,000 ആകും, പിന്നെ പുറത്തുള്ളവർക്കും കൂടി വന്ന് നമസ്കരിക്കേണ്ടി വരും. പിന്നീട് ബാങ്ക് വിളിക്കേണ്ടി വരും. പിന്നീട് ആ മസ്ജിദിനൊരു പേരിടേണ്ടി വരും. അതിനൊരു ഇനാഗുറേഷൻ വേണ്ടി വരും. അവിടെ വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ഖുതുബ വേണ്ടി വരും. അവിടെ ഖുർആൻ ക്ലാസുകൾ വേണ്ടി വരും. നോമ്പ് തുറകൾ വേണ്ടി വരും. പിന്നീട് മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമാക്കി അതിനെ മാറ്റാനുള്ള ഒരു ഹൈജാക്കിംഗ് തന്ത്രം അവിടെ പ്രയോഗിക്കും. ഇതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. പല രാജ്യങ്ങളും ഇന്ന് ഇസ്ലാമിക രാജ്യമായി ഉയർന്നു നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റു പല മതവിഭാഗങ്ങളെയും അടിച്ചമർത്തുകയും ഒതുക്കുകയും കൊല്ലുകയും മതം മാറ്റുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ്. ഇതൊക്കെ അറിവില്ലാത്തവരല്ല ഇവരാരും. തുടക്കം എന്ന നിലയ്ക്ക് ആദ്യം ഇവർക്ക് ഹിജാബ് ധരിക്കണം, നമസ്കരിക്കണം. ക്രമേണ 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 ഇതൊരു പാകിസ്ഥാനാക്കി മാറ്റും. പാകിസ്ഥാന്റെ നിയമങ്ങളെ അവർ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് കൊണ്ടുവരും. നന്ദി.